ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് ക്രിസ്മസ് എക്സാം വരെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കിനി കംപ്ലീറ്റ് ചെയ്യാനായുള്ള അപ്കമിങ് ചാപ്റ്റേഴ്സ് വരെ ഞാൻ ഈ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാം. അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് ഫുൾ A+ ഫുൾ മാർക്സും ഉറപ്പിക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് ടെസ്റ്റായിട്ട് നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിനെ കാണുക. എന്നാൽ മാത്രം തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾ പബ്ലിക് എക്സാമിന് കാണും. നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും ഇപ്പോഴും പഠിച്ചു തുടങ്ങാതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ആണ് ആൻഡ് ദ മെയിൻ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പഠിക്കുന്ന +2ലാണ്. +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ്, പ്രാക്ടിക്കൽസ്, മോഡൽ എക്സാംസ്, പ്രീ മോഡൽസ്, കുറേ എക്സാംസും വളരെ ബിസി ആയിട്ടുള്ള ഒരു ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയമില്ല. ജാനുവരിക്ക് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് പെൻഡിങ്ങിൽ കുറേ ടോപ്പിക്സ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു ബേർഡൻ ആയിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഡേയ്സിലൊക്കെ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടായിരിക്കുക. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഈവൻ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്നുള്ളത്. അതും നിങ്ങൾ നല്ലൊരു മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഈ ഒരു രീതിയിൽ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ അപ്പോൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവറപ്പ് ചെയ്യുന്നത് ആ ഒരു സ്റ്റഡി പ്ലാനാണ്. ആൻഡ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ നമ്മൾ ഓണം എക്സാം സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല സമയം എടുക്കും, നല്ല ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് ഏത് വീഡിയോ വേണമെന്നുള്ള കോണ്ടന്റ് സജഷൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വഴിയിപ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് 2 months ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 months കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് തന്നെ കേൾക്കുക. നമ്മൾ ഒക്ടോബർ മാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആകാൻ 1-2 ദിവസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒക്ടോബറിൽ തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുക. എന്നാൽ പോലും കുഴപ്പമില്ല, ഒരു 1-2 ദിവസം കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ഒക്ടോബറിൽ ഫസ്റ്റ് വീക്കിൽ നമുക്ക് 4 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. 4 ചാപ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ്. അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറയാം. ഈ ഒരു PDF ഞാൻ ഓരോ ഹൈലൈറ്റേഴ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സിൻ്റെ ആ ഒരു ടഫ്നെസ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗ്രീൻ കളർ ഈസി ചാപ്റ്ററാണ്, യെല്ലോ കളർ മോഡറേറ്റ് ചാപ്റ്ററാണ്, അതുപോലെ തന്നെ പിങ്ക് കളർ അഫ്കോഴ്സ് അത് ടഫ് ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വീക്കിൽ നമുക്ക് 4 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ്. കെമിസ്ട്രിയിലെ 3ാമത്തെ പാഠമാണ്. കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കുന്ന പാഠമാണ്. 10th നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഹയർ ലെവൽ ടോപ്പിക്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. തിയറി പോർഷൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. പക്ഷേ ഇതിൽ കുറേ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ഹാഫ് ടൈം റിയാക്ഷൻസിൻ്റെ ഒക്കെ കുറേ ഡെറിവേഷൻസ് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു നേരം എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുറച്ച് ഡിഫറൻസിയേഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മോഡറേറ്റ് ചാപ്റ്ററായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പോലും നിങ്ങൾക്ക് തിയറിയിൽ നല്ല സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഓർഡർ മോളിക്കുലാരിറ്റിയും ഓക്കെ അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓർഡർ എത്രയാണെന്നൊക്കെ പറയാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ തിയറി പോർഷൻ നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. ബട്ട് ന്യൂമറിക്കൽസ് വരുന്ന സമയത്തും ഡെറിവേഷൻസിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. EMI ആണ് അടുത്തത്. EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഫിസിക്സിലെ ഐ തിങ്ക് ഒരു 5ാമത്തെ 6ാമത്തെ ചാപ്റ്റർ തന്നെയാണത്. അപ്പോൾ അതും കൂടിയും കംപ്ലീറ്റ് ചെയ്യണം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് സുവോളജിയിലെ 3ാമത്തെ പാഠമാണ്. കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. പഠിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്കൊരു പാഠമായിട്ട് തോന്നും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ടുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ് 4ാമത്തെ ടാസ്ക്. അത്യാവശ്യം ടഫായിട്ട് പലവരും പറയുന്ന ചാപ്റ്ററാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ പബ്ലിക് എക്സാമിന് വെറും 3-4 മാർക്കിന് മാത്രമാണ് ഇതിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറായിട്ടുള്ളൂ. പക്ഷേ ക്രിസ്മസ് എക്സാമിന് അത്യാവശ്യം വെയിറ്റേജിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ പബ്ലിക് എക്സാമിന് ഉള്ള മുഴുവൻ ചാപ്റ്റേഴ്സും വരുന്നില്ല. മാത്സിലെ 2 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അടുത്താണ് നമ്മുടെ സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വീക്കിൽ അപ്പോൾ ഓരോ വീക്കും അവസാനിക്കുന്ന വീക്കെൻഡിൽ നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ആൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കൃത്യമായ രീതിയിൽ നമുക്കത് എക്സാം ഹാളിൽ റീകോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ റിവിഷൻ ഇല്ലാതെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എത്രത്തോളം ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടും കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് ഹാർഡായിട്ട് ടോപ്പിക്സ്. ഓക്കെ, സെക്കൻഡ് വീക്കിൽ നമ്മൾ കവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, 3rd ചാപ്റ്ററാണ്. അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് അടുത്തത്. അത് കെമിസ്ട്രിയിലെ തന്നെ 5th ചാപ്റ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്, മോഡറേറ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ആണ് ഈ 2 ചാപ്റ്ററാണ് അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും കറണ്ട് ഇലക്ട്രിസിറ്റിയും പഠിച്ചു തീർത്തതിന് ശേഷം ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം സമയം എടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം വെയിറ്റേജിൽ വരുന്ന ചാപ്റ്റർ കൂടിയാണ്. 3rd വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് നല്ല ടഫ് തോന്നും, കാരണം കുറേ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഈ ഒരു ചാപ്റ്ററിൽ കുറേ ഡെറിവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ കുറേ ഡെറിവേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതിലും 3 മാർക്കിനൊക്കെ ഇതിന്ന് ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. അത് 2-3 എണ്ണം ഒരു എക്സാമിന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, തിയറി വൈസ് ഓക്കെ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയാണ് മാത്സിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു വീക്കിൽ, 3rd വീക്കിൽ, ഒക്ടോബർ 3rd വീക്കിൽ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഡിഫറൻസിയേഷനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ പഠിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. കണ്ടിന്യൂറ്റി അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഫറൻസിയേഷൻ ആയിരിക്കും പലവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കുക. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഹാലോ ആൽക്കെയിൻസ് ആണ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ 3 ചാപ്റ്ററാണ് ആ ഒരു ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. 4th വീക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ അവസാനത്തെ വീക്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഗ്രീൻ കളർ കൊണ്ടാണ് ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ മന്ത്സിൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്റേഴ്സ് കൂടുതൽ വരുന്ന ഒരു മന്ത് തന്നെയാണിത്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതിൽ കൂടുതലും തിയറി തന്നെയുള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരണം ഡെറിവേറ്റീവ്സ് കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ചാപ്റ്ററാണ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് ഭീകരമായിട്ടുള്ള ചാപ്റ്ററായിട്ട് തോന്നും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഇതെന്ന് പറയുന്നത് ഓണം എക്സാമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും വെയിറ്റേജും ഉള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇതിൽ വീണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് വീണ്ടും ഒരു റിവിഷൻ അത്യാവശ്യമാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. കുറേ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ മറക്കാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അടുത്തതാണ് നവംബർ മാസം. നവംബർ മാസത്തിലാണ് നമ്മുടെ ഇൻറ്റഗ്രൽസ് ഒക്കെ കുറച്ചും കൂടി പാടായിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വീക്കിൽ നമുക്ക് മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് വരുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു പണിയുള്ള ഒരു ചാപ്റ്ററാണ്, എന്നാൽ പോലും കുഴപ്പമില്ല. അടുത്താണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ പേര് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻറ്റഗ്രൽസ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള +2 വൺ ഓഫ് ദ മോസ്റ്റ് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് എളുപ്പമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പറ്റുന്ന അത്രയും ശ്രമിക്കാം. ഇൻറ്റഗ്രൽസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, D&F ബ്ലോക്കാണ് അവസാനത്തെ ആ ഒരു ആഴ്ചയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. D&F ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ SP ബ്ലോക്സിനെയൊക്കെ കുറിച്ചിട്ട് മെയിനായിട്ട് പഠിച്ചു. നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് D&F ബ്ലോക്കിനെ കുറിച്ചിട്ടാണ്. അടുത്തൊരു ചാപ്റ്ററാണ് അടുത്ത വീക്കിലത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള 3 ടാസ്കുകളുണ്ട്. ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇൻറ്റഗ്രൽസിൻ്റെ ഒരു ബാക്കി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ബോട്ടണിയിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സിൽ ഒന്ന് തന്നെയാണ്. 3rd വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുണ്ട്. ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുണ്ട്. പിന്നെ കെമിസ്ട്രിയിൽ നമുക്ക് ആൽക്കഹോൾസ് ഫിനോൾസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയാണ്, അത് കൃത്യമായിട്ട് ഇവിടെ പഠിക്കണം. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്റർ നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒക്ടോബർ 3rd വീക്കിൽ നമ്മൾ ടാസ്ക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഹാലോ ആൽക്കെയിൻസ്. അതാണ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 4th വീക്കിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ നവംബർ 4th വീക്കിലേക്ക് കിടക്കുന്ന സമയത്ത് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ അടുത്തൊരു ഓർഗാനിക് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്.
അതുപോലെ തന്നെ സുവോളജിയിൽ തന്നെ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എപ്പോൾ നമ്മൾ പെൻഡിങ്ങിൽ വെക്കുന്ന സമയത്ത് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പിന്നെ പഠിക്കാൻ തന്നെ തോന്നില്ല. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. കോൺസെപ്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആദ്യമൊക്കെ പഠിക്കാനായിട്ട്, എന്നാൽ പോലും നമുക്കത് പഠിച്ചേ പറ്റുള്ളൂ. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണല്ലോ. പിന്നെ അടുത്തത് മെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ കാര്യമാണ്. നമുക്ക് ഇതോട് കൂടിയിട്ട് നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആകുന്നില്ല ക്രിസ്മസ് എക്സാമിൻ്റെ. അപ്പോൾ മാത്സിൽ കൂടി വരുന്നുണ്ട്, അതേപോലെ തന്നെ സുവോളജിയിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് കൂടി എടുക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് വീക്കിൽ നമുക്ക് എക്സാം തുടങ്ങാൻ സാധ്യത കുറവാണ്. ആൾമോസ്റ്റ് സെക്കൻഡ് വീക്ക് ഒരു 9-ാം തീയതി 11-ാം തീയതി ആ ഒരു സമയത്തൊക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീക്ക് കൂടി എന്തായാലും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡിസംബർ പ്ലാനിലേക്ക് കടക്കാം. ഡിസംബറിൽ നമുക്ക് മാത്സിൽ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ വെക്ടർ ആൾജിബ്ര 3D, ഈ 2 ചാപ്റ്റേഴ്സ് അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ സുവോളജിയിലും കൂടി വരുന്നുണ്ടായിരിക്കും ഒരു ചാപ്റ്റർ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. കാരണം ഹ്യൂമൻ ഹെൽത്തിനെ കുറിച്ചിട്ടും ഡിസീസസിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും. അണ്ടിൽ ദെൻ ബൈ.